വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. സെക്യുലറിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതേതരത്വം അല്ലെങ്കിൽ തുല്യത എന്നാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാണ്. ഇന്ത്യ സെക്യുലറിസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിൻ്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇന്ത്യയിൽ എല്ലാ വിഭാഗത്തിലുള്ള മതങ്ങളെയും തുല്യമായി കണ്ട് മതത്തിന് അപ്പുറം മനുഷ്യൻ എന്നുള്ള ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യ എന്നാണ് അതിനർത്ഥമാക്കുന്നത്. തുടർന്നും ഈ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ക്യാൻ യു സീ ദ സ്ക്രീൻ? ഓക്കെ. എസ്സേ തുടങ്ങുന്നതിന് മുൻപായിട്ട് നമുക്ക് റൊമില താപ്പാർ ആരാണ് എന്ന് പരിശോധിക്കാം. റൊമില താപ്പാർ ഈസ് എ പ്രൊഫസർ എമിറിറ്റസ് at JNU Delhi, and the current essay is part of a lecture she had delivered. പ്രശസ്തമായിട്ടുള്ള ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ JNU എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രൊഫസർ ആയിരുന്നു റൊമീല താപ്പാർ. പലപ്പോഴും മനുഷ്യാവകാശത്തിന് വേണ്ടി പോരാടിയ ഒരു അധ്യാപികയ്ക്കുപരിയായിട്ടൊരു വ്യക്തിയായിരുന്നു റൊമീല താപ്പാർ. And this present essay is part of a lecture. റൊമീല താപ്പാർ പ്രസന്റ് ചെയ്ത ഒരു ലെക്ചറിന്റെ ഭാഗമാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. Now, let's go to the next point. Secularism involves stopping to identify ourselves with our caste, religious and linguistic affiliations and treating everyone as equal citizens of one nation. ഭാഷാപരമായിട്ടുള്ള, മതപരമായിട്ടുള്ള, ജാതിപരമായിട്ടുള്ള വ്യത്യാസങ്ങൾക്ക് അപ്പുറം നിലകൊള്ളുന്ന, മനുഷ്യരാശിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ആശയമാണ് സെക്യുലറിസം എന്നാണ് ആദ്യമായിട്ട് പറയുവാനുള്ളത്. ഇത് ലോക രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ, നമ്മുടെ രാജ്യത്തിലെ എല്ലാ വിഭാഗക്കാരെയും ചേർത്ത് നിർത്തുവാനായിട്ട് സമന്വയിപ്പിച്ചെടുത്ത ഒരു ആശയമാണ് സെക്യുലറിസം. സോ ഇറ്റ് ഈസ് ജസ്റ്റ് ഔട്ട്സൈഡ് caste, it is just outside any religion, it is just outside any linguistic affiliation. Linguistic affiliation means affiliations related to language. ഭാഷാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ജാതിപരമായ വ്യത്യാസങ്ങൾ, മതപരമായിട്ടുള്ള വ്യത്യാസങ്ങൾക്ക് അതീതമായി നിലകൊള്ളുന്ന ഒരു ആശയമാണ് സെക്യുലറിസം. Once the state and its citizens start treating with mutual respect, the identities of caste, religion and language becomes secondary. ഒരു സെക്യുലർ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ, സെക്യുലർ സ്റ്റേറ്റിൽ ജാതിപരമായിട്ടുള്ള, മതപരമായിട്ടുള്ള, ഭാഷാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന ഒരു വിശാലമായ കാഴ്ചപ്പാടിലാണ് മനുഷ്യർ ഒരു സെക്യുലർ സ്റ്റേറ്റിൽ ജീവിക്കുന്നത്. She makes a distinction between the term secular, secularism and secularizing. പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മൂന്ന് പദങ്ങളാണ് സെക്യുലർ, സെക്യുലറിസം ആൻഡ് സെക്യുലറൈസിങ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇവയെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധനം നമുക്ക് നൽകുന്നു ഈ എസ്സേയിലൂടെ റൊമില താപ്പാർ. എന്താണ് റൊമില താപ്പാറിന് ഈ മൂന്ന് വാക്കുകളെ കുറിച്ചും പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. സെക്യുലർ is that which relates to the world and is different from being religious. മതപരമായി നിൽക്കുന്നതിന് അതീതമായി എന്തെങ്കിലും നിലകൊള്ളുന്നുണ്ടെങ്കിൽ, that is what is called as secular. So secular is something that is beyond religion. മതപരമായിട്ടുള്ള ചട്ടക്കൂടുകൾക്ക് ഉള്ളിൽ ഒതുങ്ങി നിൽക്കാതെ അതിനപ്പുറമായിട്ടുള്ള ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാട് ആണ് സെക്യുലർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് സെക്യുലറിസം? ഇതിനുള്ള ഉത്തരം റൊമില താപ്പാർ തന്നെ എസ്സേയിൽ പറയുന്നു. Can you hear me? ഇപ്പോഴും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? കേൾക്കാം.
Secularism involves questioning the control exercised by the religions over the society. അങ്ങനെ ഇരുന്നാൽ സെക്യുലറിസം എന്ന ആശയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതം സമൂഹത്തിന് മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒട്ടേറെ ചട്ടക്കൂടുകളുണ്ട്. മതം പലപ്പോഴും മനുഷ്യനെ നിയന്ത്രിക്കാറുണ്ട്. മത പുരോഹിതരും മതവും പലപ്പോഴും മനുഷ്യരെ ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടല്ലാതെ മറ്റൊരു പുറത്തേക്ക് ചിന്തിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുകയില്ല. അപ്പൊ അതിന് പുറത്തേക്ക് മത അതീതമായിട്ട് ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആശയത്തിനെയാണ് secularism എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. So secular and secularism are two different things. Let me explain it once more. Secular is that which relates the world and is different from being religious. മതത്തിന് അതീതമായി നിലകൊള്ളുന്ന ഒരു ചിന്തയാണ് secular. Secularism എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. It is a process which questions a very control of the religions over the society. മതത്തിന് സമൂഹത്തിന് മേലെ അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങളെ ചോദ്യം ചെയ്യുവാൻ, ഒരു വ്യക്തിക്ക് ചോദ്യം ചെയ്യുവാനുള്ള കെൽപ്പ് നൽകുന്ന ഒരു പ്രത്യയ ശാസ്ത്രമാണ് secularism. Did you understand? Now, the next one is secularizing. You have discussed secular, we have discussed secularism. We are going to discuss what is secularizing. Secularizing, on the other hand, is a process by which we recognize religious distinctions. Secularizing എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാഴ്ചപ്പാടാണ്. വ്യത്യസ്ത മതങ്ങളിലുള്ള വ്യത്യസ്തതകളെ കാണുവാനും അല്ലെങ്കിൽ ആ ഒരു വ്യത്യസ്തതകളെ കാണുവാനുള്ള ആ ഒരു കാഴ്ചപ്പാടിനെയാണ് സെക്യുലറൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Did you understand? So these are the three terms. ഈ മൂന്ന് ആശയങ്ങളും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് സെക്യുലറിസം. മതത്തിനെ തന്നെ, മതം സമൂഹത്തിന് മേലെ അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യമില്ലായ്മയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിശാല കാഴ്ചപ്പാടാണ് സെക്യുലറിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. ഇവ രണ്ടും നമ്മൾ സസൂക്ഷ്മം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. വാട്ട് സെക്യുലറിസം ഈസ് ആൻഡ് ഇസ് നോട്ട്. അങ്ങനെയാണെങ്കിൽ സെക്യുലറിസം എന്താണ് എന്ന് വിശദമായിട്ട് പരിശോധിക്കുന്നു റൊമില താപ്പാർ. എന്താണ് സെക്യുലറിസം, എന്ത് അല്ല സെക്യുലറിസം, അതാണ് അടുത്തതായിട്ട് ഈ ഒരു എസ്സേയിൽ റൊമില താപ്പാർ അപഗ്രഥനം ചെയ്യുന്നത്. The term secular was first used in 1851 and it meant moral and social values created to ensure the harmonious well-being of the society. 1851 ആദ്യമായി സെക്യുലർ എന്ന പദം ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങുന്നത്. അന്നേ കാലത്ത് ഇത് ഉപയോഗിച്ചത് മനുഷ്യരാശിയിലുള്ള എല്ലാവരും വളരെ തുല്യ രീതിയിൽ ഹാർമോണിയസ് ആയി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സെക്യുലർ എന്ന വാക്ക് 1851 ഈ ഒരു ചിന്ത തുടങ്ങുന്നത്. Such values help maintain tolerance and social responsibility among the citizens of a society. ഇത് സമൂഹത്തിലുള്ള വ്യത്യാസങ്ങളെ ക്ഷമിക്കുവാനും പൊറുക്കുവാനും അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധത, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നിർമ്മിച്ചെടുക്കുവാനും നല്ല പുരോഗമനാത്മകമായിട്ടുള്ള രീതിയിൽ സമൂഹം മുന്നോട്ട് പോകുന്നതിനും സെക്യുലർ എന്ന ഈ ഒരു ആശയം വഴിവെച്ചു. ആൻഡ് സെക്യുലർ, ദിസ് വേർഡ്, ഇറ്റ് ഒറിജിനേറ്റഡ്, ദിസ് കോൺസെപ്റ്റ്, ഈ ഒരു ആശയം ഉത്ഭവിക്കുന്നത് 1851 Okay. Now, these values or civil laws were distinct from religious laws and did not require religious consent. എന്താണ് സെക്യുലർ അല്ലെങ്കിൽ സെക്യുലർ ആശയങ്ങളെ വ്യത്യസ്തമാക്കിയത് എന്ന് നമുക്ക് അടുത്തതായിട്ട് പരിശോധിക്കുകയാണ് റൊമില താപ്പാർ. എന്താണ് എന്ന് നമുക്ക് നോക്കാം. These values, also called as civil values, were distinct from religious laws and did not require religious consent. അന്നോളം സമൂഹത്തിനെ നിയന്ത്രിച്ചിരുന്ന ലോകത്തുള്ള വിവിധ, അതായത് 19ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗം വരെയും ലോകത്തിലുള്ള വിവിധ സമൂഹങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും പൗരസ്ത്യമായിക്കോട്ടെ പാശ്ചാത്യമായിക്കോട്ടെ ഇവയുടെ
സമൂഹത്തിന്റെ ഘടനയെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് മതങ്ങളായിരുന്നു. റിലീജിയസ് ആയിട്ടുള്ള നിയമങ്ങളായിരുന്നു പലപ്പോഴും സമൂഹങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. പലപ്പോഴും സമൂഹത്തിനെ മതങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ പലപ്പോഴും മത അധ്യക്ഷന്മാർ അല്ലെങ്കിൽ മതത്തിന് തലപ്പത്തുള്ള വ്യക്തികളും സമൂഹത്തിനെ വളരെയധികം നിയന്ത്രിക്കുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പലപ്പോഴും ഇത്തരം മത നേതാക്കന്മാര് തന്നെ ചിലപ്പോ പലരും ഇമ്മോറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മോറൽ സൈഡ് വീക്ക് ആയിട്ടുള്ള വ്യക്തികളായിരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും സമൂഹത്തിനെ അത് സന്മാർഗത്തിലേക്ക് നയിക്കുന്നതായിട്ട് കണ്ടില്ല. അതുകൊണ്ടാണ് ചില ചിന്തകർ മതത്തിന് അതീതമായി സമൂഹത്തിനെ നയിക്കുന്നതിന് വേണ്ടി സെക്യുലർ അല്ലെങ്കിൽ സെക്യുലറിസം എന്നുള്ള ആശയത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സിവിൽ ലോസ് ആയിരുന്നു ഇത്. അതായത് നല്ല ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ചിട്ടയായി നിർമ്മിക്കപ്പെട്ട ചില നിയമങ്ങൾ ഉൾപ്പെടുന്നവയായിരുന്നു സെക്യുലർ എന്ന ആ ഒരു ചിന്താഗതി. This freedom from religious consent had far-reaching consequences, for it enabled the individuals to think out of the frames of what was termed as religiously correct. പലപ്പോഴും മതം പറയുന്ന പല കാര്യങ്ങളും അധ്യക്ഷന്മാർ പറഞ്ഞിരുന്ന പല കാര്യങ്ങളിലും കുറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഈ കുറ്റങ്ങൾക്ക് അതീതമായി അല്ലെങ്കിൽ പറയുന്ന നിയമങ്ങൾക്ക് അതീതമായി ചിന്തിക്കുവാനായിട്ട് പ്രേരിപ്പിച്ച ഒരു ചിന്തയാണ് സെക്യുലർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ ഇന്ത്യ there was this evil practice called സതി എന്നുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് മത അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്, അല്ലേ? അപ്പൊ അത് ഒരു ഇവിൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്, തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. അപ്പൊ അതിനെതിരെ പോരാടുവാനായിട്ട് ചിന്തകർക്ക് അങ്ങനെ ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം സെക്യുലർ ആയിട്ടുള്ള ഒരു ചിന്തയിൽ നിന്നാണ് അങ്ങനെ വന്നത്. അതായത് മതത്തിന് പുറമേ നിന്ന് ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് അതിന്റെ പുറത്ത് നിന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് അത്തരം നല്ല ഒരു മാറ്റം സമൂഹത്തിന് വന്നത്. Now let's go to the next point. However, secularism should not be misunderstood as a denial of religion. Instead, it is a curtailment of the controls imposed upon by religion over liberal societal function. ഒരിക്കലും സെക്യുലർ ആയി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മതത്തിൽ വിശ്വാസമില്ല എന്ന് ഒരിക്കലും പറയുവാനായിട്ട് പാടില്ല. സെക്യുലറിസത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മതത്തിലുള്ള ചില തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ മതത്തിന് പുറത്തുള്ള ചട്ടക്കൂടുകൾ ഭേദിച്ചുകൊണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് secularism എന്ന് മനസ്സിലാക്കുക. During the early phases of the origins of secularism, many had feared it to be immoral, and such thoughts were treated as equal to sinning, bringing divine wrath. Secularism ഉത്ഭവിച്ച ആദ്യ കാലഘട്ടങ്ങളിൽ, in the early phases of the origins of secularism, ആദ്യ കാലഘട്ടങ്ങളിൽ പലപ്പോഴും മതത്തിന് ബാഹ്യമായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ മതം പറയുന്നത് ഇത് തെറ്റാണ്, ജാതി വ്യത്യാസങ്ങൾ ഇത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ ആദ്യമൊക്കെ അത് മതനിന്ദയായിട്ട് ഒക്കെ കണ്ടത്, മതത്തിനെതിരെ നീങ്ങുന്ന കുറെ മനുഷ്യരായിട്ടാണ് കണ്ടത്. എന്ന് മാത്രമല്ല ഇത് ഇമ്മോറലാണ്, ഇത് തെറ്റാണ്, ഇത് ആത്മീയതയ്ക്ക് എതിരാണ്, ഇത് ദൈവ കോപം വിളിച്ചു വരുത്തും എന്നൊക്കെ തുടക്കകാലത്തിൽ ഇത് പാപം ചെയ്യുന്നതിന് തുല്യമാണ്. ജാതി വ്യത്യാസങ്ങൾക്കെതിരെ പോരാടിയപ്പോൾ തുടക്കകാലത്ത്, for example, let's take the case of Ayyankali or let's take the case of Sree Narayana Guru. ഇവരെല്ലാം തന്നെ, ഈ ആചാര്യന്മാരെല്ലാം തന്നെ, ഈ ചിന്തകരെല്ലാം തന്നെ സെക്യുലർ ചിന്താഗതിയുള്ള വ്യക്തികളായിരുന്നു. മതത്തിന് അതീതമായി മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിച്ചവരാണ് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ളവർ. അപ്പോൾ ഇത്തരം വ്യക്തികൾ ഇത്തരം ദുരാചാരങ്ങൾക്കെതിരെ, മതത്തിന്റെ ദുരാചാരങ്ങൾക്കെതിരെ
പ്രഭാഷണങ്ങൾ നടത്തിയപ്പോൾ ഇത് സിന്നിങ് ആയി കണ്ടു. ഇത് ദൈവകോപം വരുത്തി വെക്കും, ഇത് പാപമാണ്, ഇത് ഇമ്മോറൽ ആണ് എന്നൊക്കെ നിരവധി പേര് തുടക്കകാലത്തിൽ തെറ്റിദ്ധരിച്ചിരുന്നു. Did you understand? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Can you hear me? Next point. However, the curtailments imposed upon the society by religious establishments were cracked with the spread of education. പക്ഷേ പിന്നീട് സമൂഹത്തിന് ഇത്തരം സെക്യുലർ ചിന്താഗതിയുള്ള ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി ഇത്തരം വ്യക്തികൾ പറയുന്ന ആശയങ്ങൾ പിന്നീട് സമൂഹത്തിന് അംഗീകരിക്കേണ്ടി വന്നു. കാരണം 19ാം നൂറ്റാണ്ടിന്റെ ഒടുക്കത്തോടു കൂടി തന്നെ വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. സമൂഹത്തിന്റെ താഴെ തട്ടിലേക്കൊക്കെ തന്നെ വിദ്യാഭ്യാസം എത്തിയതോടുകൂടി തന്നെ ഇത്തരം ദുരാചാരങ്ങൾ, മതം അടിച്ചേൽപ്പിച്ച ഇത്തരം ദുരാചാരങ്ങൾ തെറ്റാണ്, അതിനെതിരെ പോരാടുക തന്നെ വേണം, ഇത്തരം വ്യക്തികൾ പറഞ്ഞത് ശരിയാണ് എന്നുള്ള തോന്നൽ ഉണ്ടാവുകയും ചെയ്തു. സോ ഇവിടെ എങ്ങനെയാണ് സെക്യുലർ എന്ന ആശയം ഉണ്ടായി എന്നാണ് റൊമില താപ്പാർ പരിശോധിക്കുന്നത്. So when Romila Thapar looks into the history, what she understands is that secularism, the idea of secular, it originated from the evils which existed within the society, within the religion. സമൂഹം അടിച്ചേൽപ്പിച്ച ദുരാചാരങ്ങൾക്കെതിരായിട്ടാണ് സെക്യുലർ എന്ന ആശയം ആദ്യമായിട്ട് ഉത്ഭവിക്കുന്നത്. Now let's go to the next sentence. Education instilled free and independent thinking in society and forced it to search for newer explanations to societal problems which were earlier perceived from religious angles alone. വിദ്യാഭ്യാസം, education, it instilled free and independent thinking. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചിന്തകൾ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാക്കി. ഇപ്പൊ നിങ്ങൾ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം പഠിക്കുകയാണ്, കൂടുതൽ വായിക്കുകയും കൂടുതൽ പഠിക്കുകയും കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യുമ്പോൾ കൂടുതൽ നല്ല നിങ്ങളുടെ ചിന്തകൾ ഷാർപ്പാവുകയാണ് ചെയ്യുന്നത്, അല്ലെ? കൂടുതൽ അത് നിങ്ങൾ 10th സ്റ്റാൻഡേർഡിലുള്ള ചിന്തയല്ല ഇപ്പോൾ നിങ്ങൾക്കുള്ളത്, അല്ലേ? അപ്പൊ ആ രീതിയിൽ ചിന്തകൾ കൂടുതൽ മാറുകയാണ് ചെയ്യുന്നത്. ഇത്തരം ചിന്തകൾ വരികയും അത് എല്ലാവരിലേക്കും പകരുകയൊക്കെ ചെയ്തപ്പോൾ മതം അടിച്ചേൽപ്പിച്ച പല ദുരാചാരങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളും തെറ്റാണ് എന്ന് സമൂഹത്തിന് മനസ്സിലായി. So in short, secularism, in fact, it arose against the evils constructed by the religions. മതം നിർമ്മിച്ചു വെച്ച ദുരാചാരങ്ങൾക്കെതിരെയാണ് സെക്യുലർ എന്ന ആശയം ഉത്ഭവിച്ചത് എന്നാണ് ഇവിടെ പറയുവാനുള്ളത്. So that's the point. Please make a note of it. Now, moving into the next point, taking a look into the origin of religion, one is amazed to find that it had its origin in catering to the personal and emotional needs of an individual experienced through his or her life. It relied largely on supernatural entities, and it slowly started to outgrow the personal spheres and into organized forms of religion. ഇനി അടുത്തതായിട്ട് റൊമില താപ്പാർ മതത്തിനെ കുറിച്ച് പരിശോധിക്കുകയാണ്. മതം എങ്ങനെയാണ് ഉണ്ടായത്, മതം എങ്ങനെയാണ് മനുഷ്യനെ അല്ലെങ്കിൽ സമൂഹത്തിനെ എങ്ങനെ നിയന്ത്രിക്കുവാനായിട്ട് തുടങ്ങി. ഹൗ ഡിഡ് റിലിജൻ originate and how did it start controlling human thought? മനുഷ്യ ചിന്തയെ എങ്ങനെയാണ് മതം നിയന്ത്രിക്കുവാനായിട്ട് തുടങ്ങിയത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ റൊമില താപ്പാർ അടുത്തതായിട്ട് പരിശോധിക്കുന്നത്. So let me read once more. Taking a look into the origin of religion, one is amazed to find that it had its origins in catering to the personal and emotional needs of an individual. വ്യക്തിപരമായിട്ടുള്ള ചില ആശയങ്ങളിൽ നിന്നാണ് എല്ലാ മതങ്ങളും ഉത്ഭവിച്ചിരിക്കുന്നത്. Let me explain to you that point. For example, ആദിമ മനുഷ്യര് കൂട്ടായിട്ട് ഒരിടത്ത് ജീവിച്ചിരുന്ന സമയത്ത് പലപ്പോഴും ഭയങ്കരമായിട്ടുള്ള വെയില് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കൊടും ചൂട് അനുഭവപ്പെട്ടപ്പോൾ അവർ സൂര്യനെ ഒരു ദൈവമായി കണ്ടുകൊണ്ട് ആരാധിക്കുവാനായിട്ട് തുടങ്ങി. മഴ ലഭ്യമല്ലാതെ കൃഷി നാശം സംഭവിച്ചപ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തെ
ആരാധിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു വ്യക്തി ആരാധിക്കുവാനായിട്ട് തുടങ്ങി, അതൊരു കൂട്ടായ്മയിലേക്ക് നീങ്ങി, അത് സമൂഹത്തിലേക്ക് പടരുകയും, ഇങ്ങനെയാണ് മതങ്ങൾ ഉണ്ടാവുന്നത്. ഇറ്റ് റിലൈഡ് ലാർജ്ലി ഓൺ സൂപ്പർനാച്ചുറൽ എൻറ്റിറ്റീസ് ആൻഡ് ഇറ്റ് സ്ലോലി സ്റ്റാർട്ടഡ് ടു ഔട്ട്ഗ്രോ personal spheres and into organized forms of religion. Organized forms of religion. ഇത് ശ്രദ്ധിക്കുക. ആദ്യം ഇത് വ്യക്തിപരമായ ആശയങ്ങളിൽ, ഒരു വ്യക്തിയാണ് ആദ്യം കൃഷിനാശം സംഭവിച്ചപ്പോൾ മഴയെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന മഴയെ പൂജിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങിയത്. പിന്നീട് അത് സമൂഹത്തിലെ എല്ലാവരും പാലിക്കുവാൻ തുടങ്ങിയപ്പോൾ അതൊരു മത ചിന്തയായി മാറുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് മതം ഉത്ഭവിക്കുന്നത്. പലപ്പോഴും മതങ്ങൾ സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റീസിൽ വിശ്വസിച്ചിരുന്നു. സൂപ്പർ നാച്ചുറൽ, അതായത് പ്രകൃതിയുടെ ഭാവങ്ങൾക്ക് അതീതമായി മനുഷ്യനെ സഹായിക്കുവാൻ എന്തൊക്കെയോ പ്രതിഭാസങ്ങൾ ഉണ്ട് എന്ന് അവര് മതത്തിൽ വിശ്വസിക്കുകയുണ്ടായി. പലപ്പോഴും മതത്തിൽ പറയുന്ന പല കാര്യങ്ങളും മനുഷ്യന്റെ ഭാവന തന്നെയായിരുന്നു. ഇത്തരം ഭാവന മനുഷ്യന്റെ മനസ്സിനെ വളരെയധികം സാന്ത്വനം കൊടുത്തിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. Such a change brought to it immense control and authority over social institutions, and in cases even overgrowing authorities. അങ്ങനെ മതം എന്ന് പറയുന്നത് പലപ്പോഴും മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ഉപാധിയായി തന്നെ മാറി. പലപ്പോഴും ഭരണ സിരാ കേന്ദ്രങ്ങളെക്കാൾ പലപ്പോഴും മത അധ്യക്ഷന്മാർക്കോ അല്ലെങ്കിൽ മതത്തിനോ പ്രാധാന്യം അങ്ങനെ ലഭിച്ചു തുടങ്ങി. Throughout the world, thus religions became very much powerful. Are you able to hear me? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes, sir. Okay. It is here that secularists would like to intervene, not that they are atheist. ഈ ഒരു പ്രശ്നത്തിലാണ് സെക്യുലറിസ്റ്റുകളുടെ ഉദ്ദേശം വരുന്നത്. അവരെന്തുകൊണ്ടാണ് അവിടെ എതിർക്കുന്നത്? കാരണം മതം മനുഷ്യനെ അന്ധനാക്കുന്നു, മനുഷ്യന്റെ സ്വതന്ത്ര ചിന്തയെ കടിഞ്ഞാണിടുന്നത് കൊണ്ടാണ് സെക്യുലറിസ്റ്റുകൾ അവിടെ വന്ന് ഇടപെടുവാനും അവിടെ സെക്യുലറിസ്റ്റ് വാദങ്ങൾ ഉന്നയിക്കാനും തുടങ്ങിയത്. ഇതിനർത്ഥം സെക്യുലറിസ്റ്റ് അഥെയിസ്റ്റ് അല്ല. അഥെയിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതത്തിൽ വിശ്വാസമില്ലാത്ത വ്യക്തിയാണ് അഥെയിസ്റ്റ്. സോ റിലീജിയസ് പേഴ്സൺ, മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അഥെയിസം. അഥെയിസ്റ്റ് മീൻസ് മതത്തിൽ വിശ്വസിക്കാത്ത വ്യക്തി. സെക്യുലറിസ്റ്റുകൾ അഥെയിസ്റ്റുകൾ അല്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് റൊമില താപ്പർ. Now let's go into the next point. കുറേയേറെ പോയിന്റ്സ് പറയുന്നുണ്ട് ഇവിടെ, ഇതിൻ്റെ അവസാനമായിരിക്കുകയാണ്. I'll stop the session soon. Next point, secularism acknowledges the existence of social laws which in turn protects the right to live and ensures that no discrimination affects the life. Secularism പ്രധാനമായിട്ടും പറയുന്നത് സാമൂഹിക വ്യവസ്ഥകൾ, നല്ല തുല്യതയുള്ള സാമൂഹിക വ്യവസ്ഥകൾ ഉറപ്പാക്കണം. ഓരോ മനുഷ്യനും ജീവിക്കുവാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില റൈറ്റ്സ് ഉണ്ട്, അവ പാലിക്കപ്പെടണം. ഒരു പുരുഷനായാലും ഒരു സ്ത്രീ ആയാലും, അതല്ല ഇനി ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയായാലും, ഇനി ജെൻഡർ വ്യത്യാസം, ലെറ്റ് ഇറ്റ് ബി എ ഗേ ഓർ എ ലെസ്ബിയൻ ഓർ എ ട്രാൻസ്ജെൻഡർ, അവർക്കെല്ലാം തന്നെ സാധാരണ മനുഷ്യരെ പോലെ ഒരു ക്ലാസ്സിലിരുന്നാൽ തുല്യ രീതിയിൽ നമ്മൾ അവരെ കാണുവാനായിട്ട് പഠിക്കണം. ഇതൊരു സെക്യുലർ ചിന്തയാണ്. ഏത് മതത്തിൽപ്പെട്ടവരായാലും തുല്യരായി കാണുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ദിസ് ഇസ് സെക്യുലറിസം. ആൻഡ് ഇറ്റ് എൻഷ്യൂർസ് ദാറ്റ് ദെയർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ. ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ സമൂഹം മുന്നേക്ക് പോകണമെന്ന് വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആശയമാണ് സെക്യുലറിസം. Conservation of social laws are also crucial, for it lets a society an equal access to education and health care. വിദ്യാഭ്യാസം ചെയ്യുവാനും യാത്ര ചെയ്യുവാനും സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നതിനും ഇന്ന് ലോകത്ത് സെക്യുലറിസം എന്ന ഈ ആശയം വലിയ ഒരു പങ്കാണ് വഹിക്കുന്നത്. In short, secularism lets discrimination down through an enforcement of social laws.
സാമൂഹിക നിയമങ്ങൾ തന്നെ സെക്യുലറിസം ഇന്ന് സൃഷ്ടിച്ചിട്ടുണ്ട്. നിയമങ്ങൾ തന്നെ Sara പ്രാബല്യത്തിൽ clear വന്നിട്ടുണ്ട്. യെസ്, voice clear ആയില്ല. ഇപ്പൊ വോയിസ് ക്ലിയർ ആണോ? അപ്പൊ ക്ലിയർ ആണ്. Okay, that is the problem of the internet. Okay, in short, secularism lets discrimination down through an enforcement of social laws. നിയമങ്ങൾ, സാമൂഹിക നിയമങ്ങൾ പ്രാബല്യത്തിൽ ആക്കിക്കൊണ്ട് ഡിസ്ക്രിമിനേഷൻ, വ്യത്യാസങ്ങളെ നശിപ്പിക്കുവാനാണ് സെക്യുലറിസം ശ്രമിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മതവ്യത്യാസങ്ങൾ, മതം എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് ഉപരിയായിട്ടുള്ള ഒരു മനുഷ്യ നന്മയിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ചിന്തയാണ് സെക്യുലറിസം. സെക്യുലറിസം മതചിന്തയ്ക്ക് അതീതമായി നമ്മളെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആശയമാണ്. സെക്യുലർ എന്ന് പറഞ്ഞാൽ ആ ഒരു സമൂഹത്തിൽ തുല്യത കൈവരിക്കുന്ന ആ ഒരു സ്ഥിതിയാണ് സെക്യുലർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Summary, conclusion: the rise of secularism in society does not mean that the religious authority cease to exist. ഇനി സെക്യുലറിസത്തിന്റെ അല്ലെങ്കിൽ സെക്യുലറിസ്റ്റ് വാദികളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മതത്തിനെ തച്ചുടച്ച് കളയുക എന്നല്ല. നോ, ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. സെക്യുലറിസം ഒരിക്കലും മതത്തിനെ നശിപ്പിക്കുവാനല്ല ശ്രമിക്കുന്നത്. മതം വളരെ ആവശ്യമാണ്. മനുഷ്യനിൽ ആത്മീയത, സ്നേഹം പടർത്തുവാൻ അല്ലെങ്കിൽ സൃഷ്ടിക്കുവാൻ കഴിവുള്ളതാണ് മതങ്ങൾ. മത ആചാര്യന്മാർ ആവശ്യമാണ്, മത നേതാക്കന്മാർ ആവശ്യമാണ്. ഇതിനെതിരെ ഒരിക്കലും സെക്യുലറിസം ഒന്നും തന്നെ പറയുന്നില്ല, അതിനെതിരെ നീങ്ങുന്നതുമില്ല. ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ലിമിറ്റഡ് വിത്തിൻ ദ സർക്കിൾസ് ഓഫ് റിലീജിയസ് പ്രാക്ടീസസ് അലോൺ. പക്ഷെ മതം ഉണ്ടാക്കുന്ന ചില ദുരാചാരങ്ങൾക്കെതിരെ തീർച്ചയായിട്ടും, അന്ധവിശ്വാസങ്ങൾക്കെതിരെ തീർച്ചയായിട്ടും സെക്യുലറിസം പടയോട്ടം നടത്തിയിരിക്കും. ആ ഒരു ചരിത്രം നമുക്ക് കാണുവാനും സാധിക്കും. In other words, religions do have the least voice in controlling social laws. സമൂഹത്തിനെ മതം സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുന്ന ചില ദുരാചാരങ്ങൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾക്കെതിരായിട്ടാണ് സെക്യുലറിസം എന്നും നിലകൊള്ളുന്നത്. Did you understand? So this is all about today's class. ഇന്നത്തെ ക്ലാസ്, this is the summary of the whole essay. Now, this is a summary that was actually prepared by me. Let me come back to the presentation. It's very important that you go through this text. ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾ, ടെക്സ്റ്റിലെ എസ്സേ നിങ്ങൾ നന്നായി തന്നെ വായിച്ചിരിക്കണം. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം only then you can identify new words and sentence constructions. Did you understand? Give me a few seconds.